എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പാലക്കാടൻ യാത്ര സീരീസിനിടെയാണ് കോട്ടാങ്ങൽ പടയണി വന്നത്. അതുകൊണ്ട് പാലക്കാടൻ യാത്രയുടെ അവസാന ഭാഗം ചെയ്യാൻ താമസിച്ചു പോയി. അപ്പോൾ ആ ചെയ്യാൻ താമസിച്ചു പോയ പാലക്കാടൻ യാത്രയുടെ ഏറ്റവും അവസാന ഭാഗമാണ് ഈ വീഡിയോ. പാലക്കാടൻ യാത്രയുടെ രണ്ടാം ദിവസം കൊല്ലങ്കോട് താമരപ്പാടവും കുടിലിടവും പിന്നെ പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരവും ഒക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ യാത്രയുടെ ചെലവുകളും, അതായത് കോട്ടയത്ത് നിന്നും KSRTC ബസ്സിൽ പാലക്കാട് പോയി 2 ദിവസം ഹോട്ടൽ റൂമുകളിൽ താമസിച്ച് യാത്ര ചെയ്തതിൻ്റെ ഓട്ടോ കൂലി അടക്കമുള്ള ചെലവുകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാം ദിവസം ഉച്ചയോടെ രാജേഷ് ഞങ്ങളെ താമരപ്പാടം എന്ന വയലിലേക്കാണ് കൊണ്ടുപോയത്. പലരും ഇവിടെ താമര കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് അതിന് താമരപ്പാടം എന്ന് പേര് വന്നത് എന്നൊക്കെ പല വീഡിയോയിലും പറഞ്ഞു കേട്ടു. എന്നാൽ രാജേഷ് ഞങ്ങളോട് പറഞ്ഞത് ഈ പാടശേഖരത്തിൻ്റെ മൊത്തം പേരാണ് താമരപ്പാടം എന്നുള്ളത്. അല്ലാതെ അത് താമര കൃഷി ചെയ്യുന്നതുകൊണ്ട് വന്നതല്ല. ആ സ്ഥലത്തിനും ആ പാടത്തിനും പണ്ട് മുതലെയുള്ള പേര് താമരപ്പാടം എന്നുള്ളതായിരുന്നു. നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെയായി മനോഹരമായ ഒരു പാടശേഖരമാണ് താമരപ്പാടം. അതിൻ്റെ അങ്ങേക്കരയിലാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വൈറലായിട്ടുള്ള ആ കൊച്ചു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ പാടത്തെ ചുറ്റി എന്ന പോലെ ഒരു വഴിയിലൂടെയാണ് നാം സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. ഞാറ് നട്ടവയും ഉഴുത് നടാനായി തയ്യാറാക്കിയവയും ഒക്കെയായി മനോഹരമായൊരു കാഴ്ചയാണ് ഈ താമരപ്പാടം. വരമ്പിൽ പാലക്കാടിൻ്റെ തനത് കാഴ്ചയായ കരിമ്പനകൾ തലയുയർത്തി നിൽക്കുന്നു. പച്ചപ്പും ആകാശനീലിമയും കരിമ്പനയുടെ കറുപ്പും ഒക്കെ ചേർന്ന് മനോഹരമായൊരു ചിത്രമായി താമരപ്പാടം അങ്ങനെ സുന്ദരിയായി നിൽക്കുന്നു. അവിടെ നിന്നും രാജേഷ് ഞങ്ങളെ കൊണ്ടുപോയത് മുനീശ്വര ക്ഷേത്രത്തിനടുത്തേക്കാണ്. വലിയ ഒരു കുളത്തോട് ചേർന്ന് ഒരു പഴയ ശിവക്ഷേത്രം. അതിൻ്റെ ഭിത്തിയിൽ വരച്ചിരുന്ന കുറച്ച് ചുമർ ചിത്രങ്ങൾ ഞങ്ങളുടെ കണ്ണിലുടക്കി. അവിടെ എത്തി അവയെ കണ്ടു. ഇനാമൽ പെയിന്റിലോ മറ്റോ ആണ് വരച്ചത്. എങ്കിലും ചുവർ ചിത്രങ്ങളുടെ മനോഹാരിത ആരെയും ആകർഷിക്കും. അതിനടുത്തായി ഒരു പാടമുണ്ട്. ആ പാടത്തിനൊരു പ്രത്യേകതയാണ്, അവിടെ നിന്നുള്ള നെല്ലാണ് ശബരിമലയിലെയും ഗുരുവായൂരിലെയും നിറപുത്തരിക്കായി ഉപയോഗിക്കുന്നത്. അവിടുന്ന് ഞങ്ങൾ പോയത് കുടിലിടം എന്ന ഭാഗത്തേക്കാണ്. നല്ല പച്ച വിരിച്ച പാടങ്ങൾക്ക് നടുവിൽ കൊച്ചു കൊച്ചു കുടിലുകൾ. കാറ്റുകൊണ്ട് പാടത്തിരിക്കാനും സൊറ പറയാനും ഒക്കെ പറ്റിയ ഇടം, അതാണ് കുടിലിടം. പാടത്ത് വരമ്പിൽ പലയിടത്തായി കൊച്ചു കൊച്ചു കുടിലുകൾ കെട്ടിയിട്ടുണ്ട്. സഞ്ചാരികൾക്ക് അതിൽ വിശ്രമിക്കാം. ചുറ്റുമുള്ള മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കാം. വരമ്പിലൂടെ നടക്കാം. അതുപോലെ അവിടെ കാഴ്ചകൾ കാണുവാനായി മുളകൊണ്ട് ഒരു ഏറുമാടം നിർമ്മിച്ചിട്ടുണ്ട്. അതിനു മേലെ കയറിയിരുന്ന് പാലക്കാടൻ കാറ്റ് ആസ്വദിച്ചിരിക്കാൻ കുറച്ച് കസേരകൾ വിട്ടിട്ടുണ്ട്. ഒക്കെ കണ്ട് ഞാൻ തിരിച്ചിറങ്ങി. മഹാരാഷ്ട്രയിലെ തനത് ഗോതമ്പിനമായ നസർബാത്ത് എന്ന ഗോതമ്പിനം ഇവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിരിക്കുന്നതാണിത്. ഏതാണ്ട് ചുവന്ന നിറമാണ് ആ ഗോതമ്പിൻ്റെ ഇലകൾക്ക്. ഞങ്ങൾ വരമ്പിലൂടെ അകലെയുള്ള ഒരു കൊച്ചു കുടിലേക്ക് നടന്നു. അകലെ കൊറ്റികൾ പാടം നിറയെ പറന്ന് കളിക്കുന്നു. പാടത്തിൻ്റെ വരമ്പിലൂടെ എത്ര നടന്നാലും മതിയാവില്ല. വെയിലിൻ്റെ ചൂടിനെ വെല്ലുന്നതാണ് പാടത്തുനിന്ന് വീശുന്ന കാറ്റിൻ്റെ സുഖം.
ഒരു ഭാഗത്ത് വരമ്പിന് ഇരുവശവും പൂച്ചെടികൾ നട്ടു വളർത്തിയിരിക്കുന്നു. അതിനിടയിലൂടെ ഞങ്ങൾ നടന്നു. അവിടെ നിന്നും പാലക്കാട്ട് കൽപ്പാത്തി അഗ്രഹാരത്തിലേക്ക്. അഗ്രഹാര കാഴ്ചകൾ കണ്ട് കുറേ നടന്നു. കൽപ്പാത്തി രഥങ്ങളും ക്ഷേത്രവും. അവിടെ നിന്നും ക്ഷേത്രത്തിനു പിന്നിലെ കൽപ്പാത്തി പുഴയിലേക്ക്. ആ തീരത്തുകൂടി കുറേ നേരം. പുഴയിലേക്ക് കെട്ടിയിറക്കിയ ക്ഷേത്രപ്പടവുകൾ. അവിടെ നിന്നും പുഴയുടെ മനോഹര ദൃശ്യം. ആ പടവുകളിൽ ഒരിത്തിരി നേരം വിശ്രമം. അവിടുത്തെ സ്പെഷ്യൽ ഇഡ്ഡലിയും മട്ടൻ കറിയും കഴിച്ച് ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്നും തിരികെ KSRTCയിൽ കോട്ടയത്തേക്ക്. 2 ദിവസത്തെ ഹോട്ടൽ താമസവും ഭക്ഷണവും കൊല്ലങ്കോട് മുഴുവൻ രാജേഷിൻ്റെ ഓട്ടോയിൽ കറങ്ങിയതുമടക്കം കോട്ടയത്ത് നിന്നും 2 ദിവസം പാലക്കാട് കാണാൻ ഞങ്ങൾക്ക് ചിലവായത് ഒരാൾക്ക് 3200 രൂപയാണ്. അത് കൂടുതലാണോ കുറവാണോ? ഈ വീഡിയോകൾ മുഴുവനായും കണ്ട് ദയവായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വിശദമായ വിവരങ്ങൾ അറിയേണ്ടവർ അതും കമൻറ്റ് ചെയ്യണേ. കൊല്ലങ്കോട് ഞങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു തന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജേഷാണ്. ഓട്ടോയെ, അവിടുത്തെ റൂം, കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് അദ്ദേഹം തരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നമ്പരും ഞാൻ ഇതിൽ കൊടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.